സിനിമ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രത്തെ കുറിച്ചാണ്. സംവിധാനവും സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ്. ഋഷഭ് ഷെട്ടി, ജയറാം, രുക്മിണി വസന്ത് തുടങ്ങിയവരാണ് മുഖ്യധാരയിൽ എത്തുന്നത്. ഇതൊരു ഡിവൈൻ ഫാന്റസി ചിത്രമാണ്. ആദ്യം ഇറങ്ങിയ കാന്താരയിൽ 1990 കാലഘട്ടമാണ് കാണിക്കുന്നതെങ്കിലും ഇപ്പൊ ഇറങ്ങിയ കാന്താര ചാപ്റ്റർ 1 കാണിക്കുന്നത് രാജഭരണവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. അതിഗംഭീരമായ വിഷ്വൽസും അതിന്റെ പ്രീക്വലുമാണ് ഈ ചിത്രത്തിൽ മുന്നോട്ട് പോകുന്നത്. ആത്മാവ് ചോരാതെ പിറന്ന തിരക്കഥയാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയത്. പ്രധാന വേഷത്തിലെത്തുന്നത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. പുള്ളി ഈ ചിത്രത്തിലെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ആപ്റ്റുമായി. രുക്മിണി വസന്ത് നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ തന്നെ ജയറാം മർമ്മപ്രധാനമായ റോള് തന്നെയാണ് ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു രാജാവിന്റെ വേഷമാണ് ചെയ്തിരുന്നത്. ഒരു പാൻ ചിത്രമായതുകൊണ്ട് എല്ലാ ഭാഷകളിൽ നിന്നുള്ള നടന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജയറാമിന് നല്ല ഒരു റോള് തന്നെയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ മറ്റു ഭാഷകളിൽ ജയറാമിനെ കോമഡി രൂപത്തിലാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഗുൽഷൻ ദേവയ്യ നല്ല അഭിനയമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിലെ മറ്റു നടന്മാർ നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഋഷഭ് ഷെട്ടിയുടെ അഭിനയം ഒരു വൺ മാൻ ഷോ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അജനോഷ് ലോകനാഥാണ് ഈ ചിത്രത്തിന്റെ മ്യൂസിക്കും ബിജിഎം എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ ഗാനങ്ങളും നല്ലതായിരുന്നു. ആദ്യ കാന്താരയിലെ ബിജിഎമ്മും ഇടയ്ക്കിടയ്ക്ക് അടിപൊളിയായിട്ട് തോന്നി. പുതിയ ബിജിഎമ്മും ഇട്ടിരിക്കുന്നത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ചിത്രത്തിലെ VFX എഫക്ട്സും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. മികച്ച ഒരു തിരക്കഥ തന്നെയാണ് ഈ ചിത്രത്തിലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആകെ മൊത്തത്തിൽ ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. അതിന്റെ ആക്ഷൻ സീക്വൻസും ക്ലൈമാക്സ് രംഗങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. ഇന്റർവെൽ എത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പുള്ള ഒരു പീക്ക് മൊമെന്റ്, ആ മൊമെന്റ് മുതലാണ് ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ചിത്രം ഏറ്റവും കൂടുതൽ അടിപൊളിയാക്കാൻ കാരണം. എന്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. മസ്റ്റ് വാച്ച് തിയേറ്റർ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ചിത്രം ഏകദേശം 2.25 മണിക്കൂർ ദൈർഘ്യമാണ് ഉള്ളത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.